വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതത്തിൻ്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. മഹാമാരി നമ്മളെല്ലാവരെയും വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. മരണവും രോഗവും ഭാരവും ഭീതിയുമെല്ലാം നമ്മളെ വലയം ചെയ്തിരിക്കുന്നു. ഈ കഷ്ടപ്പാടിൻ്റെ നടുവിൽ ആര് നമ്മളെ രക്ഷിക്കുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ വചനം ശ്രവിക്കുന്നവരെ, വിശുദ്ധ ഗ്രന്ഥം നമുക്കൊരു ഉറപ്പ് നൽകുന്നു: ദൈവത്തിൽ ആശ്രയിക്കുക. ഈ ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെ സമയത്ത് വായിക്കാനും ധ്യാനിക്കാനും പറ്റിയ ഒരു പുസ്തകം വിശുദ്ധ ഗ്രന്ഥത്തിലെ വിലാപങ്ങളുടെ പുസ്തകമാണ്. നമ്മുടെ ഉള്ളിലുള്ള വിലാപം വിശുദ്ധ ഗ്രന്ഥത്തിലെ വിലാപത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ സമയം വിലാപങ്ങളുടെ പുസ്തകം. വെറും 5 അധ്യായങ്ങൾ മാത്രമുള്ള പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24-ഉം 25-ഉം തിരുവചനങ്ങൾ ഒരു സന്ദേശം പോലെ ഈ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കുമായി ദൈവം നൽകുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24-ഉം 25-ഉം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്നു ഞാൻ പറയും. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അഭിഷേകം എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിലായിരിക്കാം. വചനം ഒരുപക്ഷെ പല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. നിങ്ങൾ ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും ഒരു നിമിഷം പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തീരാ ദുഃഖത്തിൻ്റെ നടുവിൽ നിന്നെ ആശ്രയിക്കുവാനും നിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. മരവിച്ച മനസ്സിനെ ബലപ്പെടുത്തണമേ. ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിലാപങ്ങളുടെ പുസ്തകം നമ്മളോട് ആത്മീയ മേഖലയിൽ ശക്തി പ്രാപിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു വചനമാണ്. ഏതാണ് ആ വചനം? വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24-ഉം 25-ഉം തിരുവചനം. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്നു ഞാൻ പറയും. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഈ തിരുവചനം എഴുതപ്പെടുന്നതിന് തൊട്ട് മുമ്പായി ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില സത്യങ്ങളോട് ചേർത്ത് വച്ചിരിക്കുന്ന ചില വചനങ്ങളാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ 17 മുതലുള്ള വചനങ്ങൾ ഒന്ന് വായിച്ചോളൂ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു. ഇത് നമ്മുടെ അനേകരുടെ ജീവിതാവസ്ഥയാണ്. സ്വസ്ഥത എന്തെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയി. ആത്മാവിന് സ്വസ്ഥതയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ സ്വസ്ഥത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സന്തോഷം? ഇക്കാലം അത്രയും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളോടും ബന്ധപ്പെട്ട് നമുക്ക് സ്വസ്ഥതയുണ്ടായിരുന്നു. എന്നാൽ ഈ മഹാമാരി നമ്മുടെ എല്ലാവരുടെയും സ്വസ്ഥതയെ കവർന്നെടുത്തു. സത്യമല്ലേ? നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വസ്ഥതയുണ്ടോ?
കുടുംബ അംഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വസ്ഥതയുണ്ടോ? ഇന്നത്തെ ജീവിത അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വസ്ഥതയുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്വസ്ഥത നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ ഈ വചനം ശ്രവിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ സ്വസ്ഥത തിരിച്ചു പിടിക്കാം. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 55-ന്റെ 4-5 തിരുവചനങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ദാവീദ് രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനം 55-ാം അധ്യായം 4-5 തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു, മരണഭീതി എൻ്റെ മേൽ നിബദിച്ചിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു, പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതാവസ്ഥ ഇങ്ങനെ തന്നെ. മരണഭീതി നമ്മളെ പിടികൂടിയിരിക്കുന്നു, ഭയവും വിറയലും നമ്മളെ പിടികൂടിയിരിക്കുന്നു, പരിഭ്രാന്തി നമ്മളെ പിടികൂടിയിരിക്കുന്നു. സത്യമല്ലേ? ആരാ ഈ ഭൂമിയിൽ സുരക്ഷിതരായി നിൽക്കുന്നത്? ആരാണ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത്? ഒരു ഇൻഷുറൻസ് പോളിസിയും നമ്മളെ രക്ഷപ്പെടുത്തില്ല. ഒരു സുരക്ഷയും നമ്മുടെ മുമ്പിൽ നമുക്കിപ്പോൾ സുരക്ഷയായിട്ട് തോന്നുന്നില്ല. എത്രയോ വലിയ നേതാക്കന്മാർ, അത്രമാത്രം സുരക്ഷയുള്ളവർക്ക് പോലും ഈ കൊറോണ എന്നുള്ള മഹാമാരി പിടിപെട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്തു മനസ്സിലായി? ശത്രു എന്ന് പറയുന്നത് കൺവെട്ടത്ത് കാണാൻ പോലും ഇല്ലാത്ത ഒരു വൈറസ്. ഈ വൈറസിനെ തടയാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു മനസ്സ് മരവിച്ച അനുഭവത്തിലൂടെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിന് സ്വസ്ഥതയില്ല. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു: അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. ഞാനിനി എന്തിൽ ആശ്രയിക്കണ്ടേ? ആരെന്നെ രക്ഷപ്പെടുത്തും? ഇനി എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും? 100,000 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചോദിക്കപ്പെടുന്നു. രാത്രി കിടന്നിട്ട് അനേകർക്ക് ഉറക്കമില്ല. കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ മാത്രം. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം ഒരമ്മ നമ്മുടെ നാട്ടിലൊക്കെ ക്വാറന്റൈൻ പ്രഖ്യാപിച്ചതിന് ശേഷം, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ അമ്മ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. കാരണം ഈ അമ്മയുടെ മകള് വിദൂരങ്ങളിൽ ഒരു സ്ഥലത്തിരുന്ന് പഠിക്കാൻ പോയതാണ്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഈ അമ്മയ്ക്ക് ആദിയും വ്യാധിയുമാണ്. ഞാൻ പറയുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഇതൊരമ്മയുടെ മാത്രമല്ല, അനേകം അമ്മമാരുടെ, അപ്പന്മാരുടെ, സഹോദരന്മാരുടെ ഹൃദയമിടിപ്പാണ്. ജീവിത പങ്കാളി ദൂരത്ത്, മക്കൾ ദൂരത്ത്, അവരെ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. മരണത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിലുള്ള സങ്കടം, മരണസമയങ്ങളിലൊക്കെ പോലും കൂടപ്പിറപ്പിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, സങ്കടം. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു ഹൃദയവേദനയുടെ അനുഭവത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ 4-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എനിക്കുണ്ടായ ഒരു സ്വപ്നം എന്നെ ഭയപ്പെടുത്തി, കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ വിചിത്ര ദർശനങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി. രാത്രിയിൽ കണ്ട സ്വപ്നം അസ്വസ്ഥപ്പെടുത്തി, ഭയപ്പെടുത്തിയെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനാ സഹായത്തിനു വേണ്ടി ചിലരൊക്കെ ഈ ധ്യാന മന്ദിരത്തിലേക്ക് വിളിച്ചപ്പോൾ അവർക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം: അച്ഛാ, സമാധാനമില്ല, സ്വസ്ഥതയില്ല, പലതിനെക്കുറിച്ച് ഓർത്തിട്ട് വല്ലാതെ ഭയപ്പാട്, അസ്വസ്ഥത, രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങളൊക്കെ പേടിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യമായ കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ ഒരു യാഥാർത്ഥ്യം സങ്കീർത്തകനായ ദാവീദ്
6-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നു, എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവേ, ഇനിയും എത്ര നാൾ? എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവേ, ഇനിയും എത്ര നാൾ? ഈ മഹാദുരിതം എൻ്റെ ജീവിതത്തിൽ ഇനി എത്ര നാൾ? ഇതിനെങ്ങനെയാണ് ഒരു അറുതി വരുന്നത്? പ്രിയപ്പെട്ട ദൈവജനമേ, നാളുകൾക്ക് മുമ്പേ തിരുവചനത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഈ ദുരിതം ഇനി എത്ര നാൾ? നമ്മുടെ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട അനുഭവങ്ങളില്ലേ? ഈ സമയം മാത്രമല്ല, ഇന്നലകളിലെ പല അനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെട്ട ചില അനുഭവങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. എന്തൊരു അസ്വസ്ഥതയാണെന്നറിയൂ. സ്വസ്ഥത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓർക്കുന്നു, നാളുകൾക്ക് മുമ്പ് ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് വല്ലാതെ അസ്വസ്ഥപ്പെട്ട ഒരു രാത്രി. ഉറക്കം കിട്ടുന്നില്ല, എന്തു ചെയ്യണമെന്നറിയാൻ മേല. ഇരിക്കുമ്പം തോന്നും കിടക്കാൻ തോന്നും, കിടക്കുമ്പം തോന്നും നടക്കാൻ തോന്നും, നടക്കുമ്പം തോന്നും ഇരിക്കാൻ തോന്നും. എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരസ്വസ്ഥത. ഞാനിത് പറയുമ്പോൾ അനേകം പേർക്ക് അവർക്ക് അവരുടേതായ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഒന്ന് ധ്യാനിക്കാൻ പറ്റും. ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടില്ലേ? സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുക, മുമ്പോട്ട് നോക്കുമ്പോൾ ഇരുട്ട് മാത്രം അനുഭവപ്പെടുന്നൊരവസ്ഥ. എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ നാളിൽ കോവിഡ് പോസിറ്റീവായിട്ട് അറിയപ്പെട്ട് കുറേ നാൾ മാറി ഇതാ രോഗിയാ, എന്തു ചെയ്യും, കഷ്ടപ്പെടുകയാണ്, വിദേശത്താണ്. അപ്പോൾ ഈ സുഹൃത്തിനോട് ഞാൻ ഇടയ്ക്ക് ഫോൺ വിളിച്ചുകൊണ്ട് ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. ഞാൻ ചോദിച്ചു, എന്തു ചെയ്യുന്നു? എൻ്റെ അച്ഛാ, എന്തു ചെയ്യണമെന്നറിയാതെ പറ്റുന്നില്ല, സ്വസ്ഥതയില്ല അച്ഛാ, സ്വസ്ഥതയില്ല. ശരീരത്തിന് വല്ലാത്ത വേദന, സ്വസ്ഥതയില്ല അച്ഛാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചില കാര്യങ്ങൾ ഈ അസ്വസ്ഥതയുടെ നടുവിൽ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, ഞാനിപ്പോൾ സൂചിപ്പിച്ച ആ സുഹൃത്ത് സൗഖ്യം പ്രാപിച്ച് ഇപ്പോൾ ഇതാ സുന്ദരമായി ജീവിക്കുന്നു. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കർത്താവ് ഈ അസ്വസ്ഥതയുടെ നടുവിൽ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം യേശുവിൻ്റെ ജീവിതത്തിലും പല സമയങ്ങളിൽ യേശു അസ്വസ്ഥനായിട്ടുണ്ട്. അപ്പോൾ നീ അസ്വസ്ഥനാകുമ്പോൾ ഓർക്കുക, ഇത് നിൻ്റെ കാര്യം മാത്രമല്ല. ഈ ഭൂമിയിൽ നിനക്ക് മുമ്പേ കടന്നുപോയ പലരും ജീവിതത്തിൽ പല സമയങ്ങളിൽ പല കാര്യങ്ങളോട് ബന്ധപ്പെട്ട് അസ്വസ്ഥനായിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, സഖറിയ അസ്വസ്ഥനായി. വീണ്ടും വചനത്തിൽ പറയുന്നു, പരിശുദ്ധ മറിയത്തെക്കുറിച്ച് 1-ാം അധ്യായം 29-ാം തിരുവചനം, മറിയം അസ്വസ്ഥയായി. കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഒരു പുരുഷനറിയാത്ത ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും? അസ്വസ്ഥയായി അവൾ. വീണ്ടും വചനം വായിച്ചു പോകുമ്പോഴത്തേക്ക് ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 41-ാം തിരുവചനം പറയുന്നു, മർത്തായോട് യേശു പറയാണ്, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും, അടുത്ത വചനം, അസ്വസ്ഥയുമായിരിക്കുന്നു. വീണ്ടും വചനം വായിച്ചു പോകുമ്പോഴത്തേക്ക് 24-ാം അധ്യായം 38-ാം തിരുവചനം ലൂക്കാസ് വിശേഷം, ശിഷ്യര് ഇതാ അവർ അസ്വസ്ഥരായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ വചനം പറയുന്നത് യേശു അസ്വസ്ഥനായി. വീണ്ടും 12-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നു, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിൻ്റെ ഇന്നത്തെ അസ്വസ്ഥത, ഈ അസ്വസ്ഥത ദൈവത്തിനറിയാം. കാരണം ഈ ഭൂമിയിൽ കടന്നു വന്ന യേശു നമ്മുടെ മുമ്പിൽ ഈ അസ്വസ്ഥതയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നു,
ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. വചനം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. കാരണം ലോകത്തിലേക്ക് നോക്കിയാൽ അസ്വസ്ഥപ്പെടാനേ സമയമുള്ളൂ. അല്ലേ? ചിന്തിച്ച് നോക്കിക്കേ. ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥപ്പെടാനേ സമയമുള്ളൂ. എന്നാൽ യേശു പറയുന്നു, നീ അസ്വസ്ഥപ്പെടേണ്ട. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 തിരുവചനം കൃത്യമായിട്ട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ 3 അധ്യായം 17 മുതലുള്ള വചനം ധ്യാനിക്കുമ്പോൾ നമ്മളോട് ആദ്യം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം പഠിപ്പിക്കുന്നു. നീ അസ്വസ്ഥപ്പെടല്ലേ, നീ ഭാരപ്പെടല്ലേ. നീ എന്തു ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കുവിൻ. നിന്റെ ഹൃദയ അസ്വസ്ഥത മാറണമെങ്കിൽ, നിന്റെ ഭീതി നിന്റെ ഉള്ളിൽ നിന്ന് മാറണമെങ്കിൽ നീ എന്തു ചെയ്യണം? നീ ദൈവത്തിൽ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവ കാര്യങ്ങളോട് വിശ്വസ്തത പുലർത്തുക. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ട് വീടിനുള്ളിൽ അടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് ദുഃഖിച്ച് പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കാനല്ല, മറിച്ച് പ്രത്യാശയുള്ള, അസ്വസ്ഥതയ്ക്കുമേൽ വിജയം നേടിയ ദൈവ സാന്നിധ്യം ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ മർമ്മപ്രധാനമായ ഒരു സന്ദേശമുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായത്തിൽ 21 തിരുവചനം, ഈ അസ്വസ്ഥതയുടെ നടുവിൽ, ഈ ജീവിതത്തിൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ വചനം പറയുന്നു, എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ നൽകുന്നു. അതായത് എൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥമാണ്, ലോകത്തിലേക്ക് നോക്കുമ്പോൾ അസ്വസ്ഥമാണ്, എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സത്യം. എന്നാൽ ഈ അസ്വസ്ഥതയുടെ നടുവിൽ വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരേ ഒരു കാര്യം എനിക്ക് പ്രത്യാശ നൽകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥ എത്ര കഠിനകരമാണെങ്കിലും, ഒരുപക്ഷെ രക്ഷപ്പെടില്ല എന്ന് നീ നിൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ചുറ്റുവട്ടത്തുള്ള ആളുകൾ നിന്നോട് പറയുന്നുണ്ടെങ്കിലും, കൊറോണ നിന്നോട് പറയുന്നുണ്ടെങ്കിലും, നീ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, ഒരേ ഒരു കാര്യം എനിക്ക് പ്രത്യാശ നൽകും. വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 22 തിരുവചനം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവസാനിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അറിയാവുന്ന ആ ദൈവം നിന്നോട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതാ നിന്റെ ജീവിതത്തിൽ നിന്നിൽ ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഈ മഹാമാരിയുടെ അസ്വസ്ഥതയുടെ നടുവിൽ നമ്മളെ ബലപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് തുടർന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തുന്നു, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ജീവിതത്തിൻ്റെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളുടെയും നടുവിൽ നീ അത് വിശ്വസിക്കുക. ഇതേ നിൻ്റെ മുമ്പിൽ മാർഗമുള്ളൂ, നീ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം അത് വിശ്വസ്തമാണ്, അത് ഉന്നതമാണ്. ഒരുപക്ഷെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് അസ്വസ്ഥപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുന്നവരുണ്ടല്ലോ. ദൈനംദിനം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് മുമ്പോട്ട് ജീവിക്കുന്നവർ എന്തു ചെയ്യും ദൈവമേ എന്നോർത്ത് നീ സങ്കടപ്പെടുമ്പോൾ, ബിസിനസ് മേഖലകളിൽ ഭാരപ്പെട്ട് ബാങ്കിൽ നിന്നെടുത്തിരിക്കുന്ന ഈ ലോൺ മുഴുവൻ എങ്ങനെ അടച്ചു തീർക്കും എന്ന് ഭാരപ്പെടുന്നവർ, അങ്ങനെ തുടങ്ങി ചുറ്റുവട്ടത്തുള്ള ഓരോ സാഹചര്യങ്ങളുടെ മുമ്പിൽ എണ്ണിപ്പെറുക്കി സങ്കടപ്പെടുന്ന
പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നോടാണ് വചനം പറയുന്നത്. എന്ത്? ദൈവത്തിൻ്റെ സ്നേഹം അത് അസ്തമിക്കുന്നില്ല, അത് ഉന്നതമാണ്. നമ്മുടെ ചിന്തകൾക്കും മേൽ ദൈവത്തിൻ്റെ ശക്തി പറന്നിറങ്ങും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ വിലാപങ്ങളുടെ പുസ്തകത്തിൽ തൊട്ടടുത്ത വചനങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടൊരു സത്യം പറയുന്നത്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ ഓഹരി എന്ന് പറയുന്നത് അത് കർത്താവാണ്. ഇത്രയും നാളും ഞാൻ എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, അതാണ് എൻ്റെ ഓഹരി എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ഈ ദുരന്തം, മഹാമാരി എന്നെ പഠിപ്പിച്ചു, അതൊന്നുമല്ല എൻ്റെ ഓഹരി. എൻ്റെ ഓഹരി ദൈവമേ നീ മാത്രം. സത്യമല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ അനേക കാര്യങ്ങൾ വിശ്വസിച്ചു, അനേക കാര്യങ്ങൾ പ്രത്യാശ അർപ്പിച്ചു. ഇതെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എത്തിക്കും, അതെൻ്റെ ജീവിതത്തിൽ അങ്ങനെ എത്തിക്കും. എന്തെല്ലാം കണക്ക് കൂട്ടലുകളായിരുന്നു, എന്തെല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു അല്ലേ? എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ ഈ ദുരന്തങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഒരു കാര്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടി. അത് നമ്മുടെ ഓഹരി എന്ന് പറയുന്നത് ദൈവത്തിലാണെന്നുള്ളതാണ്. ദൈവമാണ് നമ്മുടെ പ്രത്യാശ. നമ്മളെ നയിക്കുന്ന ചാലക ശക്തി എന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ തൊട്ടടുത്ത വചനത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മളെ ബലപ്പെടുത്തുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവ് നല്ലവനാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിരീശ്വരവാദികളും ദൈവനിഷേധകരുമൊക്കെ ഈ സമയത്ത് ചുറ്റുവട്ടത്ത് നിന്നോട് എതിർചിന്തകൾ പറയുമായിരിക്കും. പറഞ്ഞോട്ടെ. നിന്റെ മുമ്പിൽ ഒരുപക്ഷെ ഇത്രയും നാളും വിശ്വാസത്തിലൊക്കെ ബലപ്പെട്ടിരുന്ന ചിലരെങ്കിലും അതൊക്കെ ഇനി ഉപേക്ഷിച്ചു, ഇനി ദൈവമൊന്നും ഇല്ലെന്നേ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നേ എന്ന് പറയുമായിരിക്കും. പറഞ്ഞോട്ടെ. എന്തെല്ലാം നിനക്ക് ചുറ്റുവട്ടത്ത് സംഭവിച്ചാലും കർത്താവിനെ കാത്തിരിക്കുന്നതാണ് ഉത്തമം. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതാണ് ഉത്തമം. അതുമാത്രമേ നമ്മുടെ ജീവിതത്തെ നയിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്നത് അപ്രകാരമുള്ള ഒരു ദൈവിക അഭിഷേകമാണ്. അസ്വസ്ഥമായിരിക്കുന്ന മനസ്സുകൾ, ജീവിതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, രാത്രിയിൽ കിടക്കുമ്പോൾ ഉറക്കത്തെപ്പോലും അസ്വസ്ഥപ്പെടുത്തുന്ന വിധത്തിൽ പലതരത്തിലൂടെ ചിന്താഗതികളിലൂടെ കടന്നു പോകുന്നവർ, ഇവരോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് എന്താണ്? നീ ശാന്തമാവുക, ഒരു ദൈവമുണ്ടെന്നറിയുക. മരണത്തിൻ്റെ ഭീതിയിലൂടെ, താഴ്വരയിലൂടെ കടക്കുമ്പോൾ രോഗത്തിൻ്റെ ഭീതി, നാളെക്കുറിച്ചുള്ള ചിന്തയുടെ ഭീതി ഓർക്കും തോറും അല്ലേ? വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ പറഞ്ഞത് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരും. കാരണം എന്താ? ഒരു നിരാശയും ദുഃഖവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെയും കുറിച്ച് ഓർക്കും തോറും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത തകരും. പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂറും ഈ ദുരന്തത്തിൻ്റെ വാർത്തയും കേട്ടോണ്ടിരുന്ന് നിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാതെ, 24 മണിക്കൂറും നിൻ്റെ ജീവിതത്തിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നീ അനുഭവിക്കാൻ സാധ്യതയുള്ള ഭാരങ്ങൾ തലയിലെടുത്ത് വയ്ക്കാതെ എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക. ഇക്കാലം അത്രയും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ തിരിച്ചറിയുക. കുടുംബാംഗങ്ങൾ പരസ്പരം ഈ പ്രത്യാശ പരസ്പരം പങ്കുവയ്ക്കുക. നിൻ്റെ സൗഹൃദ വലയങ്ങൾക്കിടയിൽ നീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ദൈവമുണ്ട്, ഈ മഹാമാരിക്കപ്പുറം ദൈവമുണ്ട്, ദൈവം നിന്നെ നയിക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആശ്രയിക്കുക എന്നിങ്ങനെ ദൈവികമായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഈ അസ്വസ്ഥത നിൻ്റെ ഉള്ളിലുള്ളത്. ഒരിക്കലും അസ്വസ്ഥതയുടെ മുമ്പിൽ നീ കീഴ്പ്പെട്ടു പോവരുത്. നിരാശപ്പെട്ട് നീ ജീവിക്കരുത്. പിശാചിൻ്റെ വലിയ ആയുധമാണ് നിരാശയും ദുഃഖവും ഭയവും. അതിൻ്റെ മുമ്പിൽ നിൻ്റെ ജീവിതത്തെ നീ നശിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, വായിച്ചു ധ്യാനിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ വചനം, സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. സങ്കീർത്തകനായ ദാവീദ് ഈ അസ്വസ്ഥതയുടെ നടുവിൽ എന്നോടും നിന്നോടും പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക.
അങ്ങനെ ചെയ്താൽ ഈ അസ്വസ്ഥതയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള സമയമാണ് ഈ വചന ശുശ്രൂഷ സമയം. നിൻ്റെ ജീവിതത്തിലെ ഓരോ മണിക്കൂറും ദൈവിക ചിന്തയാൽ നിറയപ്പെടട്ടെ. സങ്കീർത്തകൻ പറഞ്ഞ കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. രാത്രിയിലും പകലും വചനം ധ്യാനിക്കുക. ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ അമിതമായി ഇടപെടാതിരിക്കുക. തെറ്റായ വാർത്തകളിൽ പെട്ട് നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കുക. പിശാച് നൽകുന്ന എതിർ ചിന്തകളിൽപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കുക. മറിച്ച് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ 37-ാം അധ്യായം 7-ാം വചനം പഠിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവ്വം അവിടുത്തെ കാത്തിരിക്കുക. നമ്മുടെ ജീവിതത്തെ ദൈവം നയിക്കും. ആമേൻ.